NTPC അവരുടെ Q2 റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശമില്ലാത്ത റിസൾട്ടാണ് വന്നിരിക്കുന്നത്. NTPCയുടെ ഇൻകത്തിൽ കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറുമായിട്ട് ബന്ധിച്ച് നോക്കുന്ന സമയത്ത് 0.18% വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 44,706 കോടി രൂപ സെയിൽസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 44,785 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 10% വർധനവുണ്ട്. അതൊരു നല്ല കാര്യമാണ്. 11,664 കോടിയിൽ നിന്നും 12,815 കോടി രൂപയായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ബിസിനസ്, കാരണം ഇങ്ങനെയുള്ള പവർ ജനറേഷനൊക്കെ ആകുമ്പോൾ ഒരുപാട് അലൈഡ് ബിസിനസ്സുകൾ ഓരോരുത്തരും ഉണ്ടാവും. അതേസമയം കറക്റ്റ് എക്സാക്റ്റ് എന്താണോ ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നറിയപ്പെടുന്നത്. അതിൽ ഏകദേശം 10% വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ ഫിനാൻസിങ് കോസ്റ്റ് 3,620 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ 3,432 കോടി രൂപ, അതായത് 5% കുറവാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 3% കുറവാണ്. 5,380 കോടി രൂപ അറ്റാദായം ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ 5,225 കോടി രൂപയുടെ അറ്റാദായമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു ഷെയറിന് മുകളിൽ 5 രൂപ 44 പൈസയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ അത് 5 രൂപ 23 പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിനെ വിലയിരുത്തുന്ന സമയത്ത് ഈ 6 മാസം കൊണ്ട് കമ്പനി ഏകദേശം റവന്യൂവിൽ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം 94,179 കോടി രൂപ റവന്യൂ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 93,083 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് 6 മാസം കൊണ്ട് ഈ വർഷത്തിൻ്റെ ഈ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ആ പകുതി കൊണ്ട് ഏകദേശം 11,334 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കണക്കുമായിട്ട് നോക്കുന്ന സമയത്ത് 4% വർധനവാണ് കാണുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ കമ്പനി ഒരു ഇടക്കാല ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 രൂപ 75 പൈസയാണ് ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഈ കമ്പനിയുടേത്. ഈ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 189 രൂപയാണ്. 189 രൂപ 83 പൈസയാണ്. അതുപോലെ തന്നെ PE റേഷ്യോ 13 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ എവർഗ്രീൻ പിക്കായിരുന്നു NTPCയുടെ മറ്റു റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 70.52% അവരുടെ പ്ലാന്റ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വരുന്നത്. അതായത് മൊത്തം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ 70% കമ്പനി ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം 64, അല്ലെങ്കിൽ ഇന്ത്യയിലെ നാഷണൽ കോൾ സർവീസ് സ്റ്റേഷൻ്റെ ആവറേജ് വെറും 64.32 അവിടെയാണ് ഇപ്പോൾ ഇവരെ 70% എത്തി നിൽക്കുന്നത്. മാത്രമല്ല പവർ ജനറേഷൻ ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഇപ്പോഴും കമ്പനി നിൽക്കുന്നു. കപ്പാസിറ്റി എക്സ്പാൻഷൻ അവർക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 84.849 ജിഗാവാട്ടാണ് H1 നമ്പേഴ്സിൽ ഇവർക്ക് ഫസ്റ്റ് ക്വാർട്ടറിലുള്ളത്. 214 ബില്യൺ യൂണിറ്റുകളാണ് H1 ഇവർ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്.